അങ്ങനെ നമ്മൾ കേട്ടേക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയിട്ടുണ്ടെങ്കിലും മലയാളി അവിടെ കാണുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ വില്ലേജിൽ വന്നപ്പോഴും ചെയ്തുകൊണ്ട് ഒരു മലയാളി റെസ്റ്റോറൻറ്റും മലയാളി ന്യൂസ് പേപ്പറും കണ്ടു. ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ടി ഇവിടെ കയറിയില്ല. കണ്ടോ, നമുക്ക് വേണ്ടിയുള്ള ഫുഡ് വന്നു. ചായ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും എൻ്റെ സുഹൃത്ത് ജോയലുമായിട്ട് ഞങ്ങൾ അൽഗുവ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ ജോലിയുടെ ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് അബുദാബിയിൽ നിന്ന് ഏകദേശം 230 കിലോമീറ്റർ അടുത്തുണ്ട്. എന്നിട്ട് നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അല്ല, എന്തെങ്കിലും അവിടുത്തെ എന്തെങ്കിലും പ്രത്യേകത എന്തുള്ള? അവിടെ ചെറിയൊരു ഗ്രാമമാണ്. പിന്നെ പോകുന്ന വഴിയിലും ഇച്ചിരി അത്യാവശ്യം വെറൈറ്റി കാഴ്ചകളൊക്കെ കാണാം അല്ലേ? അതെ. ഓക്കെ, അന്നേരം നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. ഈ റോഡ് ഷോർട്ട് കട്ടാണ്, ലൈൻ റോഡുള്ളത്. ഈ റോഡ് ട്രക്ക് റോഡാണ്. ട്രക്ക് റോഡല്ലേ? അതെ, ട്രക്കുകൾ മാത്രം പോകുന്ന റോഡാണ്. ഇത് ഒരു റോഡിൽ 2 വേ വെഹിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡാണ്. സാധാരണ ഇവിടെ 1 വേ ആണ് എല്ലാ റോഡുകളും. 1 വേ ആണ്. ഈ റോഡിൽ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു റോഡിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരും അല്ലേ? ശരി, നമുക്കൊന്ന് കണ്ട് നോക്കാം. കണ്ടോ, വണ്ടി വരുന്നുണ്ട്. സെയിം റോഡിൽ കൂടെ തന്നെ വരുന്നുണ്ട്. ഇനി വേറെ വല്ല പ്രത്യേകത ഉണ്ട് ഇതിന്? വേറെ പ്രത്യേകതയൊന്നുമില്ല. ട്രക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത് അല്ലേ? സ്കാനിയയുടെ വലിയൊരു ട്രക്ക് പോകുന്ന നമ്മൾ കണ്ടു. ഈ വഴിയിലും ഇഷ്ടംപോലെ ട്രക്കുകളാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഇടതുവശത്ത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. എന്നാൽ റൈറ്റ് സൈഡിലോട്ട് ഇവരുടെ ഫോറസ്റ്റ് ആയത്. സമ്മതിക്കണം, വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ഇതുപോലത്തെ പൂഴി മണ്ണിനകത്ത് റോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അതെ, അതും ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആൾക്കാർ ആരൊക്കെ ഇതിൽ വരുന്നതെന്ന് പോലും അറിയത്തില്ല. ഇത്രയും ഒരു മെയിൻ ഹൈവേ പോലും അല്ലാത്ത സ്ഥലം പോലും അവരെത്ര നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്.
ആൾക്കാരെല്ലാം ഡീസൻ്റ് ആണ്. നമ്മൾ ഇവിടെ വന്ന് ട്രക്കുകാരൊക്കെ നമ്മളെ കാണുമ്പോൾ അവന്മാരെ വഴി തരും നമുക്ക്, സൈഡിലോട്ടം കയറ്റും. നമുക്ക് പോകാം. പിന്നെ മിക്കവരും പഞ്ചാബികളും പട്ടാണികളും ഒക്കെ ഓടിക്കുന്നവരാണ്. ഞങ്ങളിപ്പം ഏകദേശം ഒരു 60 കിലോമീറ്റർ അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴി ഭയങ്കര വിശാലമായിട്ടുള്ളതാണ്. വേറെ വണ്ടികളൊന്നും കാണാനില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇങ്ങനെ ഓരോ പണ്ടത്തെ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. നല്ല വിശാലമായിട്ടുള്ള മരുഭൂമി, എന്നാൽ നമ്മൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടെറൈനാണ്. ഇതുണ്ടോ, നല്ല അപ്പുറത്തും ഇപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചില ട്രക്കുകളൊക്കെ പോകുന്നുണ്ട്. ബാക്കി മൊത്തം നല്ല വിശാലമായിട്ട് കിടക്കുന്ന വഴിയാണ്. ഇതുണ്ടോ, എത്ര സ്ട്രെയിറ്റ് ആയിട്ട്, എത്ര നല്ല നീറ്റായിട്ട് അവർ വഴി പണിതേക്കുന്നതിനൊക്കെ ഈ സംഭവം അതെന്തുവാ, അതിങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ട്രക്കൊക്കെ വരുമ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. റെസ്റ്റ് എടുക്കാൻ, പാർക്ക് ചെയ്യാനൊക്കെ. ഇതുണ്ട് നമ്മുടെ ഇടത് സൈഡിലോട്ട് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ നിരന്ന ഒട്ടകങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ഒട്ടകങ്ങൾ ഫ്രണ്ടിൽ പോയി. ഇതുണ്ടോ, കുറേ ഒട്ടകങ്ങൾ ഇങ്ങനെ നിരന്നിങ്ങനെ വരുന്നത്. ആടുജീവിതം എന്ന് പറയുന്നൊരു പുസ്തകം വായിച്ചത് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഈ സംഭവം കണ്ടപ്പോൾ. നിങ്ങൾ ആരെങ്കിലും ആ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇതുപോലെ ഒരു മരുഭൂമിയിൽ പോയി പെട്ടു പോകുന്നത്, ആടിനെ തീറ്റുന്നതിൻ്റെയൊക്കെ ഒരു കഥയാണ് അത്, ആടുജീവിതം എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും പറ്റുവാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അത് നല്ല സൂപ്പറാണ്. അന്നേരം എനിക്കിത് കണ്ടപ്പം അതാ ഓർമ്മ വന്നത്. ഇപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റും ആ മരത്തിൻ്റെ ചുവട്ടിലെല്ലാം ഒട്ടകങ്ങൾ നിൽക്കുന്നത്. ഇത്രയും ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒട്ടകത്തിനെ വളർത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതുണ്ട്, ആ മരത്തിൻ്റെ ചുവടിലൊക്കെ കുറേ ഒട്ടകങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. അടുത്ത് ക്രോസ് ചെയ്തപ്പം ഇതുണ്ട്, ഇവിടുത്തെ ടെറൈൻസ് എല്ലാം മാറാൻ തുടങ്ങി. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ മരുഭൂമിയൊക്കെ ആണെങ്കിലും ഒരു കുറച്ചും കൂടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലായി. ഇതുണ്ടോ, ഇല്ല റൈറ്റ് സൈഡിലാണെങ്കിലും മൊത്തത്തിലൊരു വ്യത്യാസം കാണാൻ പറ്റി. നല്ല വഴി നമ്മുടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിവിടെ അൽക്വ എന്ന് പറഞ്ഞേക്കുന്ന ഈ സ്ഥലത്തെത്തേക്കുവാണ്. ഇതുണ്ട്, ചെറിയൊരു ഗ്രാമം കേട്ടോ. ഒരു മരുഭൂമിക്ക് നടുക്ക് നിൽക്കുന്ന ചെറിയൊരു ഗ്രാമമാണ്. നമുക്ക് ഇവിടുത്തെ ഒരു സംഭവം കണ്ടു നോക്കാം, ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഒന്ന് കണ്ടു നോക്കാവേ. ഇതുണ്ട്, ഇതൊരു ശരിക്കൊരു മെഡിക്കൽ സെൻ്ററാണ്. ഇവിടെ ഷോപ്പുകളായിട്ടും തുണിയുടെ കടയുണ്ട്. പിന്നെ ഇത് മൊബൈൽ റീചാർജ് ചെയ്യുന്ന ഒരു മൊബൈൽ ഷോപ്പ്. ഒരു ചെറിയൊരു സ്ഥലം കേട്ടോ. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കുറച്ചും കൂടെ ഉണ്ട്. എന്താ, നമ്മൾ നോക്കി നിന്ന ആളാണ് പുള്ളിയും വന്നു. ഗ്രാമം എന്ന് പറയുമ്പോൾ പോലെ എത്ര സെറ്റപ്പാണെന്ന് ഓർത്ത് നോക്കിക്കേ. ഇതുണ്ട്, നമ്മൾ കാണുന്നത് ഉണ്ട്, ഇവിടെ ഒരു സർവീസ് സെൻ്ററാണ്. പെട്രോളാണ് അവിടെ കിടക്കുന്നത്. ഇവിടെ കിടക്കുന്ന വണ്ടികൾ നോക്കിയാൽ ലെക്സസ്, പെട്രോള്, ഇത് നോക്കിയാൽ ലാൻഡ് ക്രൂയിസർ. ഇവിടെ ചെറിയൊരൊറ്റ വണ്ടിയില്ല. ഒരു ഇതുണ്ട്, മരുഭൂമിയുടെ നടുക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. മരുഭൂമിയുടെ നടുക്ക് അവരുണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. ഇവിടെ സ്കൂളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഗ്രാമം, മലയാളത്തിൽ പറഞ്ഞ ഗ്രാമം എന്ന് അതിന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു വില്ലേജ്. ഒമാൻ്റെ ബോർഡറാണ്. ഒമാന് അല്ലൈൻ നമ്മുടെ ബോർഡറാണ് ഈ സ്ഥലം. ഇപ്പം ഏകദേശം 11 മണിയായിട്ടുള്ളൂ. നല്ല ചൂടാണ് ഇവിടെ. ഇവിടെ വന്നിറങ്ങി നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റത്തില്ല, വെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലെ ചൂടാണ്. പക്ഷേ കാണാനൊരു വ്യത്യാസമൊക്കെ ഉണ്ട്. കാരണം നമ്മൾ കാണുന്ന പോലെയല്ല, ഇതുപോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടില്ല.
അതുകൊണ്ട് കാണുന്ന കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഇച്ചിരി വെറൈറ്റി ആയിരുന്നു. വന്ന വഴിക്കാണേലും നമുക്ക് കുറേ ഒട്ടകങ്ങളെ, ആടുകളെയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. എന്താണെങ്കിലും ഇന്നത്തെ യാത്ര നമുക്കൊരു വെറൈറ്റി സംഭവം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കേട്ടേക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയിട്ടുണ്ടെങ്കിലും മലയാളി അവിടെ കാണുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ വില്ലേജ് വന്നപ്പോഴും ഇതുണ്ട്, ഒരു മലയാളി റെസ്റ്റോറൻറ്റും മലയാളി ന്യൂസ് പേപ്പറും കണ്ടു. ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ടി ഇവിടെ കയറിയപ്പോൾ അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള ഫുഡ് വന്നു. ചായ ഉണ്ട്, ഫ്രഷ് ആണോ? ഫ്രഷ് മിൽക്കാണോ? ഇവിടുന്ന് വന്നിട്ട് നമ്മളിപ്പം നെയ് റോസ്റ്റ് കഴിക്കാൻ പോകും. അങ്ങനെ കഴിച്ചിട്ട് കാണാമല്ലോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പ് ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാൻ വേണ്ടി അടുത്ത പെട്രോൾ പമ്പിലോട്ട് നമ്മൾ പോകും. ഇവിടെ ഒന്നുമല്ല, വെള്ളം പഴയ വണ്ടിയാണ്. എത്ര നല്ല ഫുള്ള് ലാൻഡ് ക്രൂസിലും പെട്രോളും മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്നത് അല്ലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ അല്ലൈൻ എത്തി. ഇനി തിരിച്ചിവിടുന്ന് അബുദാബിക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു ഇങ്ങോട്ട് വന്നത്, അല്ലേ? അതെ. ഞങ്ങൾ പഴയ കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. ഈ ടെറൈൻസിലുള്ള മരുഭൂമികൾ കാണാൻ പറ്റി. പിന്നെ എന്താണേലും നല്ലൊരു യാത്രയായിരുന്നു. ഇനിയും ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയും നല്ല മനോഹരമായിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ നമ്മൾ അല്ലൈനിൽ നിന്ന് തിരിച്ച് അബുദാബിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ നല്ല മണൽക്കാറ്റ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. മണൽക്കാറ്റ് അടിച്ച ആ ഒരു ക്ലിയർ അല്ലാതെ നിൽക്കുന്നില്ല, അത് മണൽക്കാറ്റ് കൊണ്ടാണ്. നമ്മുടെ ഇടത് സൈഡിൽ ഉണ്ടോ മരുഭൂമി ഇങ്ങനെയുണ്ട്, ഈ റൈറ്റ് സൈഡിലും ഈ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ കാറ്റടിച്ച് ഫോഗ് വന്ന് നിൽക്കുന്നത് പോലെ ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്. നമുക്ക് വണ്ടിയിൽ തന്നെ ഓടിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ആ കാറ്റടിക്കുന്നതിൻ്റെ ശക്തി. മുന്നോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, മൊത്തം കൊണ്ട് ഒരു ഫോഗ് വന്ന് നിറഞ്ഞു നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. അങ്ങനെ നമ്മളിപ്പം തിരിച്ച് അബുദാബിയിൽ എത്തിയിരിക്കുക. ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. കുറേ വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ജോയിലെ? അടിപൊളിയായിരുന്നു. അന്നേരം ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും ഒരു വെറൈറ്റി വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. ബൈ.